നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ കഥയാണ്. ശരിക്കും ആരാണ് നമ്മൾ? നമ്മുടെയൊക്കെ വേരുകൾ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ നമ്മളൊരു വലിയ യാത്ര പോവുകയാണ്. വെറും 100ഓ 1000മോ വർഷം പിന്നോട്ടല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ടു പോകുന്ന ഒരു ശാസ്ത്രീയ യാത്ര. അപ്പോ ആരാണ് ഇന്ത്യക്കാർ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് പിന്നോട്ടു പോകണം. ആയിരക്കണക്കിന് വർഷങ്ങളൊന്നും പോരാ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഇന്ത്യ ഈ ഭൂപടത്തിലുള്ള സ്ഥാനത്തെത്തുന്നതിനും എത്രയോ മുൻപുള്ള ഒരു കാലത്തേക്ക്. അപ്പൊ നമ്മുടെ ഈ കഥയുടെ തുടക്കം അത് മനുഷ്യരിൽ നിന്നല്ല, അത് തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ്. ഈ ഭൂപ്രദേശം എങ്ങനെയുണ്ടായി എന്നതിൽ നിന്ന്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഏകദേശം 20 കോടി വർഷം മുൻപ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഭൂഖണ്ഡങ്ങളൊന്നുമില്ല. പകരം ഇതെല്ലാം കൂടിച്ചേർന്ന ഒരൊറ്റ വലിയ വൻകരയായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ അതിനെ പാൻജിയ എന്ന് വിളിച്ചു. അങ്ങനെ ഈ പാൻജിയ പൊട്ടിപ്പിളരാൻ തുടങ്ങി. അതിൽ നിന്ന് വേർപെട്ട ഇന്ത്യൻ ഭൂഫലകം വടക്കോട്ടൊരു ഭ്രാന്തൻ യാത്ര തുടങ്ങി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട ആ യാത്രയ്ക്കൊടുവിൽ അത് ഏഷ്യൻ ഭൂഫലകവുമായിട്ട് അങ്ങോട്ട് കൊട്ടിയിടിച്ചു. ആ ഇടിയുടെ ശക്തി എത്രത്തോളമായിരുന്നെന്നോ അതിലാണ് നമ്മുടെ ഹിമാലയം രൂപം കൊണ്ടത്. രസമെന്താന്ന് വെച്ചാൽ ആ ഇടി ഇപ്പോഴും തീർന്നിട്ടില്ല. അതുകൊണ്ട് ഓരോ വർഷവും ഹിമാലയം ഏകദേശം 1/2 സെന്റിമീറ്റർ വെച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ കഥയുടെ പശ്ചാത്തലം റെഡിയായി. ഇനി ഈ മണ്ണിലേക്ക്, ഈ ഭൂമിയിലേക്ക് കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യരുടെ കഥയിലേക്ക് വരാം. ഇന്ത്യയിലെ മനുഷ്യരുണ്ടായിട്ട് ഏകദേശം 25 ലക്ഷം വർഷമായി. പക്ഷെ അത് നമ്മളായിരുന്നില്ല, ഹോമോ എറക്ടസ് എന്നൊരു വിഭാഗമായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ത്യക്കാരുടെ, അതായത് നമ്മൾ ഹോമോസാപ്പിയൻസിന്റെ കഥ തുടങ്ങുന്നത് കുറച്ചുകൂടി അടുത്ത കാലത്താണ്. അതും നമ്മുടെ എല്ലാം ഉറവിടമായ ആഫ്രിക്കയിൽ നിന്ന്. അപ്പോ നമ്മുടെ പൂർവികർ അന്ന് നായാടി ജീവിക്കുകയായിരുന്നു. പുതിയ വേട്ടയാടൽ സ്ഥലങ്ങളും ഭക്ഷണവുമൊക്കെ തേടി അവർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് യാത്ര തുടങ്ങി. അതൊരു ചരിത്രപരമായ യാത്രയായിരുന്നു. ഒടുവിൽ ലോകത്തിന്റെ എല്ലാ കോണുകളിലും മനുഷ്യരെ എത്തിച്ച ഒരു മഹാപ്രയാണം. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇവര് പോയ വഴിയൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്, അല്ലേ? അതിനൊരു കിടിലൻ വഴിയുണ്ട്. നമുക്കിങ്ങനെ ചിന്തിക്കാം. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ഒരു യാത്ര പോകുന്നു. വഴിയിൽ ആലപ്പുഴ, എറണാകുളം, തൃശൂരൊക്കെ ഇറങ്ങി ഓരോ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോകൾക്ക് ടൈം സ്റ്റാമ്പ് ഉള്ളതുകൊണ്ട് യാത്ര വടക്കോട്ടാണെന്ന് വ്യക്തമല്ലേ? അതുപോലെ തന്നെയാണ് ഫോസിലുകളും. ആഫ്രിക്കയിൽ നിന്ന് കിട്ടുന്ന ഫോസിലുകൾക്ക് കൂടുതൽ പഴക്കമുണ്ടാകും. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുംതോറും കിട്ടുന്ന ഫോസിലുകളുടെ പഴക്കം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഉറപ്പിക്കാമല്ലോ, യാത്ര ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു എന്ന്. ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ പൂർവികർ ഒറ്റയ്ക്കല്ല ഈ യാത്ര ചെയ്തത്. അവർ പോകുന്ന വഴിയിൽ നിയാണ്ടർത്താളുകൾ എന്ന മറ്റൊരു മനുഷ്യവിഭാഗത്തെ കണ്ടുമുട്ടി. അവർ തമ്മിൽ ഇണചേരുക വരെ ചെയ്തു. അതിന്റെ തെളിവെവിടെയാണെന്നറിയാമോ? ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള നമ്മുടെയെല്ലാം DNA-യിൽ ഏകദേശം 2% നിയാണ്ടർത്താൾ DNA ഇപ്പോഴുമുണ്ട്. അത്ഭുതമല്ലേ? അപ്പോ നായാടി നടന്ന മനുഷ്യർ ഇന്ത്യയിലെത്തി. ഇനി കഥയുടെ അടുത്ത ഘട്ടമാണ്. എങ്ങനെയാണ് ഈ മനുഷ്യർ ലോകം കണ്ട ഏറ്റവും വലിയ നാഗരികതകളിലൊന്ന് കെട്ടിപ്പടുത്തതെന്ന് നോക്കാം. അങ്ങനെയിരിക്കെ ഏകദേശം 9000 വർഷം മുൻപ് പുതിയൊരു കൂട്ടം ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇന്നത്തെ ഇറാനിലുള്ള സാഗ്രോസ് പർവ്വതനിരകളിൽ നിന്നുള്ള ആട്ടിടയന്മാരായിരുന്നു അവർ. തങ്ങളുടെ ആടുകൾക്ക് പുതിയ പുൽമേടുകൾ തേടിയായിരുന്നു അവരുടെ വരവ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതുതായി വന്ന ഈ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നവരെ തുരത്തി ഓടിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് അവർ ഇവിടെയുള്ളവരുമായി കൂടിക്കലർന്നു. അങ്ങനെ തികച്ചും പുതിയൊരു ജനതയായിട്ടവർ മാറുകയായിരുന്നു. ജനസംഖ്യ കൂടിയപ്പോൾ ഒരു പ്രശ്നം വന്നു. നായാടി മാത്രം ജീവിക്കാൻ പറ്റാതായി. കൂടുതൽ പേർക്ക് സ്ഥിരമായ ഭക്ഷണം വേണം. ഈ ആവശ്യകതയാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നിലേക്ക് നയിച്ചത്. അതെ, കൃഷി. കൃഷി തുടങ്ങിയതോടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. ആളുകൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. അങ്ങനെയുണ്ടായ ഗ്രാമങ്ങൾ വളർന്നാണ് ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച സിന്ധു നദീതട സംസ്കാരം അഥവാ ഹരപ്പൻ നാഗരികത രൂപം കൊണ്ടത്. BC 2300 ആയപ്പോഴേക്കും ഈ നാഗരികത അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. ഏകദേശം 2 ലക്ഷം ആളുകൾ. ഒന്നോർക്കണം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അത്രയും വലിയൊരു ജനസംഖ്യ താമസിച്ചിരുന്ന തിരക്കേറിയൊരു മെട്രോപോളിസ് ആയിരുന്നു അത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ കഥ എന്നാൽ അത് കുടിയേറ്റങ്ങളുടെ കൂടി കഥയാണ്.
ഹാരപ്പൻ നഗരങ്ങൾ പ്രൗഢിയോടെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു ചിലർ കൂടി ഈ ഉപഭൂഖണ്ഡത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ ഇന്ത്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. ഏകദേശം ഇതേ സമയത്താണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് മൂന്നാമതൊരു കൂട്ടം ആളുകൾ എത്തുന്നത്. അവർ മധ്യ ഇന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലുമായി താമസമുറപ്പിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന പല ആദിവാസി സമൂഹങ്ങളുടെയും പൂർവികർ ഇവരായിരുന്നു. പിന്നീട് വലിയൊരു ദുരന്തമുണ്ടായി. കാലാവസ്ഥ മാറി, മൺസൂൺ ദുർബലമായി, ഹാരപ്പൻ നാഗരികതയെ നിലനിർത്തിയിരുന്ന നദികൾ വറ്റാൻ തുടങ്ങി. വെള്ളമില്ലാതെ വന്നതോടെ അവിടത്തെ ജനങ്ങൾ ഗംഗാ സമതലങ്ങളിലേക്കും തെക്കോട്ടുമൊക്കെ പലായനം ചെയ്യാൻ നിർബന്ധിതരായി. അങ്ങനെ ഹാരപ്പൻ നഗരങ്ങൾ ശൂന്യമായിക്കൊണ്ടിരുന്ന അതേ സമയത്താണ് മധ്യേഷ്യയിൽ നിന്ന് ഇൻഡോ യൂറോപ്യന്മാർ എന്ന നാലാമത്തെ ഒരു സംഘം ഇവിടേക്ക് വരുന്നത്. ഇവിടെ സംഭവിച്ചത് ഒരു അധിനിവേശമായിരുന്നില്ല, മറിച്ച് ഒരു സങ്കലനമായിരുന്നു. പുതുതായി വന്ന ഇൻഡോ യൂറോപ്യന്മാരും ചിതറിപ്പോയ ഹാരപ്പന്മാരുടെ പിൻഗാമികളും തമ്മിൽ ഇടകലർന്നു. അവരുടെ ഭാഷകളും വിശ്വാസങ്ങളും ജീവിതരീതികളുമെല്ലാം ചേർന്ന് ഒരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു. ഉദാഹരണത്തിന്, സംസ്കൃതം എന്ന ഭാഷയിൽ പോലും പഴയ ദ്രാവിഡ ഭാഷകളുടെ സ്വാധീനം കാണാൻ സാധിക്കും. അപ്പോ ഇതാണ് നമ്മുടെ കഥയുടെ കാതല്. ആധുനിക ഇന്ത്യ എന്ന് പറയുന്നത് ഈ പല പല കുടിയേറ്റങ്ങളുടെയും പലതരം മനുഷ്യരുടെയും സംസ്കാരങ്ങളുടെയും ഒരു കൂടിച്ചേരലാണ്, ഒരു യഥാർത്ഥ മെൽറ്റിംഗ് പോട്ട്. ഈ പറഞ്ഞ ഓരോ കൂട്ടം മനുഷ്യരുടെയും അടയാളങ്ങൾ ഇന്നും നമുക്കിടയിലുണ്ട്. ഹാരപ്പൻ വീടുകളിലെ നടുമുറ്റം എന്ന ആശയം ഇന്നും പലയിടത്തും കാണാം. മരങ്ങളെയും പശുവിനെ പോലുള്ള മൃഗങ്ങളെയും ആരാധിക്കുന്ന രീതിയുടെ വേരുകൾ ഹാരപ്പൻ സംസ്കാരത്തിലാണ്. എന്തിന്, നമ്മുടെ മലയാളത്തിൽ പോലും പഴയ ഇറാനിയൻ വാക്കുകളുണ്ട്. ഉമ്മി, ഇടയൻ തുടങ്ങിയ വാക്കുകളൊക്കെ അവിടുന്ന് വന്നതാണ്. അതുപോലെ തെക്കേ ഇന്ത്യയിലെ അടുക്കളകളിൽ കാണുന്ന പല പാത്രങ്ങൾക്കും ഹാരപ്പൻ കാലത്തെ പാത്രങ്ങളുമായി അസാമാന്യമായ സാമ്യമുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും ഒരു സങ്കര വിഭാഗമാണ്, പല കാലങ്ങളിൽ പല ദിക്കുകളിൽ നിന്ന് വന്നവരുടെ പിന്തളമുറക്കാർ. നമ്മുടെ വേരുകൾ ഈ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, ആഫ്രിക്കയിലും ഇറാനിലും മധ്യേഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമെല്ലാം ഉണ്ട്. ഇത്രയേറെ വൈവിധ്യങ്ങളും കലർപ്പുകളുമൊക്കെ ഉണ്ടെങ്കിലും ഇതിനെല്ലാം അപ്പുറം നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ജനിതകശാസ്ത്രം പറയുന്നത് ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനെ എടുത്താലും നമ്മുടെ എല്ലാം പൂർവികർ ചെന്നെത്തുന്നത് ആഫ്രിക്കയിലെ ഒരു ഒറ്റ സ്ത്രീയിലേക്കാണ്. സകല മനുഷ്യരും ഒരൊറ്റ അമ്മയുടെ മക്കൾ. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളെല്ലാവരും കുടിയേറ്റക്കാരാണ്, നമ്മളെല്ലാവരും ഒരു സങ്കര വിഭാഗമാണ്. അതിനെല്ലാം ഉപരി നമ്മുടെ എല്ലാം ഉറവിടം ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഭാഷയുടെയും ദേശത്തിന്റെയും നിറത്തിന്റെയും പേരിൽ നമ്മൾ കെട്ടിപ്പൊക്കുന്ന ഈ അതിർത്തികൾക്കും മതിലുകൾക്കും ശരിക്കും എന്താണ് അർത്ഥമുള്ളത്?